ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. നമ്മൾ വായിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തിൽ ഒന്ന് അവൻ്റെ സ്നേഹം മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന ഉറച്ച വിശ്വാസമാണ്. അവനൊരു സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്കൂളിന് അവനിടുന്ന പേര് സ്കൂൾ ഓഫ് ലവ് എന്നായിരിക്കും. നമ്മളെല്ലാവരും ആ സ്കൂളിലെ വിദ്യാർത്ഥികളായിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ ആ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മൾ. അവൻ നൽകുന്ന ഓരോ പാഠങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യം സ്നേഹത്തെക്കുറിച്ചാണ്. ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് തന്നെയാണ്. ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ചിലത് എടുത്തു മാറ്റുവാനോ കൂട്ടിച്ചേർക്കുവാനോ ഒന്നുമല്ല. ഉള്ള നിയമങ്ങളും കൽപ്പനകളും എല്ലാം കൃത്യമായിട്ട് നമ്മൾ പാലിക്കുന്നതോടൊപ്പം അത് മനുഷ്യന് ആവശ്യമാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ഒന്നും അടിച്ചേൽപ്പിക്കുവാനല്ല, അത് പൂർത്തിയാക്കുവാനാണ് ഈശോ വന്നത്. ഈശോ പറയുന്ന ഓരോ സെൻറ്റൻസിലും അതുണ്ട്. നമ്മളേക്ക് വളരെയധികം സ്വാധീനിക്കുന്ന വാക്യങ്ങളാണ് കുരിശിൻ്റെ വഴിയിൽ നമ്മൾ വായിക്കുന്നത്. ഓരോ സ്റ്റേഷനിലും ഈശോ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ബോധ്യത്തോടെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണം. നമ്മൾ ലംഘിക്കുന്നു എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. അതാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മുടെയൊക്കെ മനോഭാവത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണിത്. നമ്മൾ പലപ്പോഴും തെറ്റ് ചെയ്യാറുണ്ട്, ഒപ്പം മറ്റുള്ളവരെയും തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാറുണ്ട്. അതുകൂടെ ഈശോ മുൻകൂട്ടി നമ്മോട് പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് പൂർത്തിയാകുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ സ്നേഹം ഉണ്ടാവണം. സ്നേഹത്തിന് പരിധിയില്ല എന്ന് നമുക്കറിയാമല്ലോ. എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു മനസ്സാണ് അതിന് നമുക്ക് സ്നേഹമെന്ന് പറയാം. ഈശോ സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയേറെ സഹിക്കുന്നത്, ഇത്രയേറെ ത്യാഗത്തോടു കൂടി നമുക്ക് വേണ്ടി അവനെല്ലാം ചെയ്യുന്നത്. ഈ ഒരു മനോഭാവം അതാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. ഈ തപസ് കാലത്ത് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം യേശു ആത്മാർത്ഥമായിട്ട് നമ്മളോട് പറഞ്ഞു തന്ന സ്നേഹമെന്ന മൂല്യത്തെ മുറുകെ പിടിക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചില തോന്നലുണ്ടായാൽ പോലും അത് നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് അതിന് കാരണം? ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും ഇന്ന് പ്രഭാത ദിവ്യബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനത്തെക്കുറിച്ചൊക്കെ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് ദൈവത്തിൻ്റെ നല്ല മക്കളായിട്ട് മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.